പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹൃദയം തകർന്ന് ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഈശോയെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാനും ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഈശോയെ, ക്ഷമയുടെ പാഠങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരയണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദന നിറഞ്ഞ ജീവിതങ്ങളെ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി സ്വർഗം തുറന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരയണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ഓപ്പറേഷൻ ചെയ്യുന്ന വേളയിൽ അമ്മ അവരുടെ സമീപത്തിരിക്കണമേ. രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. ഈശോനാഥ, അന്ധന് കാഴ്ച കൊടുത്തതുപോലെ ഈ ഭൂമിയിൽ കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മൂലം ഭാരപ്പെടുന്ന മക്കളിലേക്ക് അങ്ങ് അത്ഭുതമായി ഇറങ്ങി വരണമേ. അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധയമേ, ദൈവമാതാവേ, അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോനാഥ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ അത്ഭുതങ്ങളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഈശോയെ, ഞങ്ങൾ പാപികളാണ്, ഏഴകളാണ്. ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട്. ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. അങ്ങയുടെ പൊന്മുഖത്തേക്കൊന്ന് നോക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. ഈശോയെ, ഞങ്ങളുടെ കുറവുകളെല്ലാം നികത്തി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണമേ. ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും അങ്ങയെ മഹത്വപ്പെടുത്തി അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ജീവിപ്പാൻ ഞങ്ങളെയും ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ. അമ്മേ മാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പുതിയ ബിസിനസ് തുടങ്ങാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ തുടങ്ങുന്ന ബിസിനസ് വളരെ വിജയകരമാക്കി പൂർത്തീകരിപ്പാൻ തക്കവിധം അമ്മ അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഏറ്റെടുക്കണമേ. ബിസിനസ്സൊക്കെ തകർന്ന് കഷ്ടതയിൽ ജീവിക്കുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഭവനം പണി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുക്കണമേ. അതിവേഗം അവരെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭവനം പൂർത്തീകരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ദമ്പതികൾ തമ്മിൽ പരസ്പരം ഐക്യമില്ലാതെ തകർച്ചയിൽ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം
യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ആരാലും തകർത്തു കളയുവാൻ അമ്മ വിട്ടുകൊടുക്കരുതേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന് അമ്മ കാവൽ നിൽക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് കുടുംബജീവിതങ്ങളിലൂടെ ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ ഏറ്റെടുക്കണമേ. ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും അമ്മ അവരെ മോചിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് ആവശ്യമായ ജ്ഞാനം അമ്മ കൊടുക്കണമേ. ആ കുഞ്ഞുങ്ങളെ നല്ല ഉയർച്ചയിലെത്തിക്കണമേ. നല്ല വിദ്യാഭ്യാസം നേടുവാൻ തക്കവിധം അമ്മ അവരെ യോഗ്യരാക്കണമേ. പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മ അവരോടൊപ്പം ഇരിക്കണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ കണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന ഓരോ മക്കളെയും അമ്മ തിരികെ കൊണ്ടുവരണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ, ദൈവസ്നേഹം അനേകർക്ക് പകർന്നു കൊടുക്കുന്ന മക്കളായിരിക്കാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ. പരിശുദ്ധയമ്മേ ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെ ഞങ്ങളിത് അമ്മയിൽ ഫലമേൽപ്പിക്കുകയാണ്. അമ്മേ മാതാവെ ഏറ്റെടുക്കണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. അനേകം മക്കളുടെ മുമ്പിൽ ദൈവസാക്ഷികളായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.